ഹായ് ഓൾ, PSC ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോകായുക്ത സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കേരള ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വന്നത് 1998 നവംബർ 15-നാണ്. സംസ്ഥാന ലോകായുക്ത സംവിധാനത്തിന്റെ ഘടന എന്ത്? ലോകായുക്തയും 2 ഉപലോകായുക്തമാരും ചേർന്നതാണ് സംസ്ഥാന ലോകായുക്ത സംവിധാനം. 1998 നവംബർ 15-നാണ് കേരള ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതയാണ് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരിക്കണം. ഉപലോകായുക്ത നിയമനം ലഭിക്കാനുള്ള യോഗ്യതയാണ് ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചിരിക്കണം. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരെ നിയമിക്കുന്നത് ഗവർണറാണ്. ലോകായുക്തയുടെ പേര് ശുപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗങ്ങളാണ് മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് എന്നിവർ. ലോകായുക്തയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കാണ്. സംസ്ഥാന മുഖ്യമന്ത്രി, മന്ത്രിമാർ, നിയമസഭാംഗങ്ങൾ എന്നിവർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ അധികാരപ്പെട്ടത് ലോകായുക്തയാണ്. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്തയായിരുന്നത് ജസ്റ്റിസ് PC ബാലകൃഷ്ണമേനോൻ ആയിരുന്നു. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടെക്സിലെ പ്രവർത്തനം തകരാറാകുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. കേരളത്തിലെ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിലാണ്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബൂൾ. ഭൗമഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ശനിയാണ്. ഗേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര് ഹേബർ പ്രക്രിയ. ഡോട്ട്സ് ചികിത്സാ സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതു രോഗവുമായിട്ടാണ്? ക്ഷയരോഗവുമായിട്ടാണ്. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥി. ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്ന അവയവമാണ് തൈറോയിഡ് ഗ്രന്ഥി. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവലാണ് ആരാച്ചാർ. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ ആരാച്ചാർ. ആങ് സാൻ സൂകി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? കാരുണ്യ. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ച കരിമീൻ ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത്? ശ്രീലങ്ക. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ച കരിമീൻ ഇന്ത്യയിലല്ലാതെ കാണപ്പെടുന്നത് ശ്രീലങ്കയിലാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോകസഭ പിരിച്ചുവിട്ട രാഷ്ട്രപതിയാണ് KR നാരായണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് ഇന്ദിരാഗാന്ധി. കേസരി പത്രം ആരുടേതാണ്? ബാലഗംഗാധര തിലകന്റെ പത്രമാണ് കേസരി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാര്? ഡൽഹൌസി പ്രഭു. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ഏത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സെക്കൻഡറി വിദ്യാഭ്യാസം. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മധ്യകിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപിച്ച ജനകീയ പ്രക്ഷോഭങ്ങളുടെ തുടക്കം കുറിച്ച് ട്യൂണീഷ്യയിലെ അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അബിദിൻ ബെൻ അലി. മധ്യകിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപിച്ച ജനകീയ പ്രക്ഷോഭങ്ങളുടെ തുടക്കം കുറിച്ച് ട്യൂണീഷ്യയിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നത് അബിദിൻ ബെൻ അലി. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം എവിടെ വെച്ചായിരുന്നു? ചമ്പാരൻ.
ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ചമ്പാരനിൽ വെച്ചായിരുന്നു. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ. 7 ദ്വീപുകളുടെ നഗരം മുംബൈ. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41 കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേയൊരു പാമ്പാണ് രാജവെമ്പാല. കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേയൊരു പാമ്പ് രാജവെമ്പാല. പ്രൊജക്റ്റ് ആരോ എന്ന സംരംഭം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? തപാൽ. പ്രൊജക്റ്റ് ആരോ എന്ന സംരംഭം തപാൽ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോബയോളജി. ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോബയോളജി. പ്രൊജക്റ്റ് ആരോ എന്ന സംരംഭം തപാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് സ്വഭാവ ക്രമീകരണത്തിനാണ്. ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് സ്വഭാവ ക്രമീകരണത്തിന്. കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ ഏത്? 10. കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂളാണ് പട്ടിക 10. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയതിൽ 2009-2010 വർഷത്തെ മികച്ച സംസ്ഥാനത്തിനുള്ള 1ാം സ്ഥാനം ലഭിച്ചത് കേരളത്തിനാണ്. ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അല്ലെങ്കിൽ സീഡ് ബോൾസ് അഥവാ ധാന്യപ്പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്ക. ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യപ്പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്കയാണ്. ദ പിക്ചർ ഓഫ് ഡോറിയൻ എന്ന നോവൽ എഴുതിയത് ഓസ്കാർ വൈൽഡ്. ദ പിക്ചർ ഓഫ് ഡോറിയൻ എന്ന നോവൽ രചിച്ചത് ഓസ്കാർ വൈൽഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. തിരുവനന്തപുരത്തിന് തൃശ്ശൂർ പോലെയാണ് ഇന്ത്യക്ക് റഷ്യ. തിരുവനന്തപുരത്തിന് തൃശ്ശൂർ എങ്ങനെയാണോ അതുപോലെയാണ് ഇന്ത്യക്ക് റഷ്യ. വൈറ്റമിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. വൈറ്റമിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5 അംഗ സമിതി ചെയർമാനാണ് ജസ്റ്റിസ് MS ആനന്ദ്. മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5 അംഗ സമിതി ചെയർമാനാണ് ജസ്റ്റിസ് MS ആനന്ദ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ഡച്ചുകാർ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ഡച്ചുകാരാണ്. ഡാമുകളിലെ ജലം അതിൻ്റെ മർദ്ദം കൂടുതൽ ചെലുത്തുന്നത് എല്ലാ ദിശകളിലേക്കും ഒരുപോലെയാണ്. ഡാമുകളിലെ ജലം അതിൻ്റെ മർദ്ദം കൂടുതൽ ചെലുത്തുന്നത് എല്ലാ ദിശകളിലേക്കും. സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് JC ബോസ്. സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ JC ബോസ്. BT വഴുതനങ്ങ വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനിയാണ് മോൺസാൻറ്റോ. BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി മോൺസാൻറ്റോ. മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ കെട്ടിടമെന്ന് അവകാശപ്പെടുന്ന ബുർജ് ഖലീഫ എവിടെയാണ്? ദുബായ്. മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ കെട്ടിടമെന്ന് അവകാശപ്പെടുന്ന ബുർജ് ഖലീഫ ദുബായിലാണ്. മത്സ്യസമുദ്ര ശാസ്ത്ര പഠനത്തിനായി കേരളത്തിൽ ആരംഭിച്ച സർവകലാശാലയുടെ ആസ്ഥാനം കൊച്ചി. മത്സ്യസമുദ്ര ശാസ്ത്ര പഠനത്തിനായി കേരളത്തിൽ ആരംഭിച്ച സർവകലാശാലയുടെ ആസ്ഥാനം കൊച്ചിയിലാണ്. ദയാവധം നടപ്പിലാക്കിയ ആദ്യ രാജ്യം നെതർലാൻഡ്. ദയാവധം നടപ്പിലാക്കിയ ആദ്യ രാജ്യമാണ് നെതർലാൻഡ്. 2011 ആദ്യം നിരവധി ദിവസം ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിച്ച അഴിമതി ആരോപണം ഏതു വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്? ടെലികോം. 2011 ആദ്യം നിരവധി ദിവസം ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിച്ച അഴിമതി ആരോപണം ഏതു വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെലികോം. 1966 താഷ്കന്റ് കരാറിൽ ഒപ്പുവെട്ട രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. 1966 താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. ഇറാനിലെ ദി ഗ്രീൻ സാൾട്ട് പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യുറേനിയം സംസ്കരണം. ഇറാനിലെ ദ ഗ്രീൻ സാൾട്ട് പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
യുറേനിയം സംസ്കരണം. ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ബറാക് ഒബാമ? ആറാമത്തെ. ഇന്ത്യ സന്ദർശിച്ച ആറാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ബറാക് ഒബാമ. കേരളത്തിലെ ആദ്യത്തെ ബാലഗ്രാമപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ബാലഗ്രാമപഞ്ചായത്താണ് നെടുമ്പാശ്ശേരി. ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. 2010 ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചൈന. 2010 ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമാണ് ചൈന. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്ത മേഖലയാണ് വ്യവസായം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്ത മേഖല വ്യവസായം. സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലായിരുന്നു. ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം 1976. ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷമാണ് 1976. വാസ്കോഡ ഗാമ മൂന്നാം തവണ കേരളത്തിൽ വന്നത് ഏത് വർഷമാണ്? 1524. വാസ്കോഡ ഗാമ മൂന്നാം തവണ കേരളം സന്ദർശിച്ചത് 1524 അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റാണ് റിച്ചാർഡ് നിക്സൺ. അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. അന്റാർട്ടിക്കയിലെ ആദ്യ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. അന്റാർട്ടിക്കയിലെ ആദ്യ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. സുനാമി ദുരന്തം നടന്ന ദിവസം 2004 ഡിസംബർ 26. സുനാമി ദുരന്തം നടന്ന ദിവസം 2004 ഡിസംബർ 26. അടിസ്ഥാന മനുഷ്യാവകാശങ്ങളിൽ ഒന്നായി 2010 UNO പ്രഖ്യാപിച്ചത് ശുദ്ധജലത്തിലും ശുചിത്വത്തിനുമുള്ള അവകാശം. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്ട് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിതയാണ് ടെസി തോമസ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്ട് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിത ടെസി തോമസ്. വൈറ്റ് ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ്? അമേരിക്കൻ പ്രസിഡന്റ്. വൈറ്റ് ഹൗസ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? നെടുമ്പാശ്ശേരി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരിയിലാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യ ഗവൺമെന്റിന്റെ ധനസഹായത്താൽ പ്രവർത്തിക്കുന്ന ചുക്ല പ്രൊജക്ട് എവിടെയാണ്? ഭൂട്ടാൻ. ഇന്ത്യ ഗവൺമെന്റിന്റെ ധനസഹായത്താൽ പ്രവർത്തിക്കുന്ന ചുക്ല പ്രൊജക്ട് ഭൂട്ടാനിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതുനാണയം യൂറോ. യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതുനാണയമാണ് യൂറോ. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. കാലാവസ്ഥാ പ്രവചനം, സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കായി 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ് 1. കാലാവസ്ഥാ പ്രവചനം, സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കായി 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ് 1. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. ഞെള്ളാനി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏലം. ഞെള്ളാനി എന്നത് ഏലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോക ഭൗമദിനം എന്ന്. ലോക ഭൗമദിനം ഏപ്രിൽ 22. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക ഭൗമദിനം ഏപ്രിൽ 22. കർഷക ബത്ത ബില്ല് ഏത് ഗവൺമെന്റിന്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു? EMS. കർഷക ബത്ത ബില്ല് EMSന്റെ കാലത്തെ ഭരണപരിഷ്കരണമായിരുന്നു. കിഴക്കനേഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്നത് തായ്വാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്. കിഴക്കനേഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്നത് തായ്വാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്. ദക്ഷിണ കൊറിയ എന്നിവയാണ് കിഴക്കനേഷ്യൻ കടുവകൾ. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണമാണ് വെള്ള. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം വെള്ള. WWF അല്ലെങ്കിൽ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നം ഭീമൻ പാണ്ട. WWFന്റെ ചിഹ്നമാണ് ഭീമൻ പാണ്ട. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ
വൈറ്റമിൻ B1. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B1. ഏത് സാമ്രാജ്യത്വത്തിന്റെ തലസ്ഥാനമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റിയത്? സുൽത്താനേറ്റ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെ? മാസ്റ്റർ റാൽഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച്. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ച പാക് ഭീകരനാണ് അജ്മൽ കസബ്. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ച പാക് ഭീകരൻ അജ്മൽ കസബ്. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സരയു. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് സരയു നദിയുടെ തീരത്താണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. സ്പെക്ട്രം ഇടപാടിനെ കുറിച്ച് അന്വേഷിച്ച JPC അധ്യക്ഷൻ PC ചാക്കോ. സ്പെക്ട്രം ഇടപാടിനെ കുറിച്ച് അന്വേഷിച്ച അധ്യക്ഷനാണ് PC ചാക്കോ. ഇന്ത്യയുടെ കിഴക്കേ തീരം എന്നറിയപ്പെടുന്നത് കോറമൻഡൽ തീരം. ഇന്ത്യയുടെ കിഴക്കേ തീരം എന്നറിയപ്പെടുന്നത് കോറമൻഡൽ തീരം. വാർത്തകളിൽ സ്ഥാനം നേടിയ ബുർജ് ഖലീഫ എന്നത് ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ്. ഇന്ത്യയിലെ നഗരവൽക്കരിക്കപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ നഗരവൽക്കരിക്കപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ബാരൻ ദ്വീപ്. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ബാരൻ ദ്വീപ്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ തനത് നൃത്തരൂപമാണ്? തമിഴ്നാട്. ഭരതനാട്യം തമിഴ്നാടിന്റെ തനത് നൃത്തരൂപമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത ജില്ലാ കളക്ടറേറ്റ് പാലക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത ജില്ലാ കളക്ടറേറ്റ് പാലക്കാടാണ്. ജാലിയൻവാലാ ബാഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? പഞ്ചാബ്. ജാലിയൻവാലാ ബാഗ് ഇന്ത്യയിലെ പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്? കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് LK അദ്വാനി. മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് LK അദ്വാനി. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ അണുപ്രസരണമുള്ളതായി ബാർക്ക് കണ്ടെത്തിയ സ്ഥലമാണ് കരുനാഗപ്പള്ളി. ഇന്ത്യയിൽ നിന്ന് ഏത് വിദേശ പട്ടണത്തിലേക്കാണ് ആദ്യമായി ISD ഫോൺ ലഭ്യമായത്? ലണ്ടൻ. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. മനുഷ്യന്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. മനുഷ്യന്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33 ശിവജിയുടെ ആത്മീയ ഗുരുവാണ് രാംദാസ്. ശിവജിയുടെ ആത്മീയ ഗുരു രാംദാസ്. റിയാൽ ഏത് രാജ്യത്തിന്റെ കറൻസിയാണ്? ഇറാൻ. റിയാൽ എന്നത് ഇറാനിലെ കറൻസിയാണ്. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് 2011 അധികാരഭ്രഷ്ടനായ ഈജിപ്ഷ്യൻ ഭരണാധികാരിയാണ് ഹോസ്നി മുബാറക്. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് 2011 അധികാരഭ്രഷ്ടനായ ഈജിപ്ഷ്യൻ ഭരണാധികാരിയാണ് ഹോസ്നി മുബാറക്. ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22. ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ എണ്ണമാണ് 22. മനുഷ്യരിലെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. ശിവജിയുടെ ആത്മീയ ഗുരുവാണ് രാംദാസ്. റിയാൽ ഇറാന്റെ കറൻസിയാണ്. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് 2011 അധികാരഭ്രഷ്ടനായ ഈജിപ്ഷ്യൻ ഭരണാധികാരിയാണ് ഹോസ്നി മുബാറക്. ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22. റോമൻ ദേവതയായ വീനസിന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. റോമൻ ദേവതയായ വീനസിന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ.
ഇന്ത്യയിൽ ആധുനിക ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1870 സ്ഥാപിതമായ ഉരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് കൾട്ടി. ഇന്ത്യയിൽ ആധുനിക ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1870 സ്ഥാപിതമായ ഉരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് കൾട്ടി.